നിയമസഭയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും, വലിയ ഏറ്റുമുട്ടലുകൾ നടക്കും, വാഗ്വാദങ്ങളും എപ്പോഴും നടക്കാറുണ്ട്. അതുപോലെ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയില്ല എങ്കിലും വാഗ്വാദങ്ങൾ ഇന്നും സഭയിൽ ഒരുപാടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്ന നിമിഷങ്ങളും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ട് വിഷയങ്ങളിലാണ് ഇന്ന് ഏറ്റുമുട്ടിയത്. ഒന്ന് PM ശ്രീ വിഷയമാണ്, മറ്റൊന്ന് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമമാണ്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതും അതിനെ ചെറുത്തുനിന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകൾ കാണാം. I am on my legs. You don't have any right. No. To interrupt. No. ശാന്തായിട്ടിരിക്കാം. പറഞ്ഞല്ലോ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഞാൻ സംസാരിക്കുന്നു. ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. You have no right എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കോ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതി വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. PM ശ്രീ വിഷയമാണ്. ഇരു മുന്നണികളും തമ്മിൽ ശക്തമായ വാഗ്വാദം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്നാണ് ഭരണപക്ഷം പറയുന്നത്. നേരത്തെ പറഞ്ഞത് നടപ്പാക്കാൻ പാടില്ല എന്നായിരുന്നു. എന്നാൽ ഇന്ന് നടപ്പാക്കും എന്ന് പറയുന്നു. ആ U-ടേൺ സ്വാഭാവികമായും സഭയിലും ചർച്ചയായി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേരിട്ട് വാഗ്വാദത്തിലേക്ക് എത്തുകയും ചെയ്തു. അതും കാണാം. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? സാർ, ഞങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ആയപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അതൊന്നും നമ്മൾ വളരേണ്ട ആവശ്യമില്ല സാർ. അതുപോലെ ഞാൻ ചില മറുപടികൾ പറയാം. ഇവിടെ വന്ന മറുപടികൾ ഇപ്പോഴും കേരളത്തിൽ PM ശ്രീ നടപ്പായിട്ടില്ല. ആ PM ശ്രീ നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പം നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞാൽ മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങേട്ട് തർക്കത്തിലില്ല. കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. അതിന് നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത്
NEP-യുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോൾ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, 2 ചോദ്യത്തിനും മറുപടിയില്ല. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. പറയുന്നത് അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ